Yes, sir. Good morning, sir. Good morning. Good morning, sir. Good morning, sir. Good morning. Good morning, sir. Okay, so we will do two more problems. Okay, yesterday we have done two problems. We'll do two more problems. Before that, I will revise one of this problem. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. So I will take this example. So what we did was actually the question was to is the current through 4 ohm resistance and 3 ohm resistance. So using mesh analysis, they are specifically telling that using mesh analysis you have to do this. So the first step was to find out how many meshes are there. Okay, എന്തായിരുന്നു ഒരു മെഷിന്റെ ഡെഫിനിഷൻ? ആരെങ്കിലും പറയോ? It is a closed loop that have no another loop inside it. ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് വിച്ച് ഡസൻറ്റ് ഹാവ് എനി അതർ ലൂപ്പ് ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെയൊക്കെ സ്റ്റെപ്പ് എഴുതാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിൻവേസിൽ മോഡ്യൂൾ 2-ൻ്റെ നോട്ട് ഓപ്പൺ ആക്കി നോക്കിയാൽ ഈ പ്രോബ്ലംസിൻ്റെ ഫുൾ സ്റ്റെപ്പും തിയറിയും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് നോക്കുക. ഓക്കെ, ഞാൻ ഫുൾ ടൈം നോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ 40 മിനിറ്റ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് PDF ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഇത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ മെഷ് മീൻസ് ഇറ്റ് ഈസ് എ ലൂപ്പ്. Loop means closed path. Okay, closed path which does not contain any other loop within it. ഒരു വേറെ ലൂപ്പ് ഇല്ല അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇന്നർ ലൂപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ദർ ആർ 2 meshes in this one. This is the first mesh. This is the second mesh. Okay, actually ഇതിൽ 3 ലൂപ്പ് ഉണ്ട്. There are 3 loop actually in this. The third loop is this is the third closed path. ഇതാണ് third closed path എന്ന് പറയുന്നത്. But this is never a mesh. ഇതിനെ നമുക്ക് ഒരിക്കലും മെഷ് എന്ന് വിളിക്കാൻ പറ്റില്ല. We can never call this as a mesh because within this outer loop we have 2 inner loop. Okay, ഈ ഔട്ടർ ലൂപ്പിൻ്റെ ഉള്ളിൽ 2 ഇന്നർ ലൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 മെഷ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ആ ലൂപ്പിനെ നമുക്ക് മെഷ് എന്ന് വിളിക്കാൻ പറ്റില്ല. സോ ഇൻ ദിസ് സർക്യൂട്ട് ഡയഗ്രാം we have only 2 meshes. So I am considering this as first mesh, I am considering this as second mesh. Then the second step, important step, is to draw the current in clockwise direction, draw the direction of current in clockwise, and name the current as I1. For the first loop you can name it as I1 and I2. So ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് മനസ്സിലാവും, നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ 2 വേരിയബിളേ ഉണ്ടാവും, I1 ഉം I2. ഓക്കെ, സോ ആൻഡ് ദിസ് ഇക്വേഷൻ വിൽ ബി ഇൻ ദ ഫോർമാറ്റ് AX പ്ലസ് BY ഈക്വൽ ടു C. ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ഇപ്പോൾ സപ്പോസ് എക്സിന് പകരമാണ് I1 വരുന്നത്, വൈക്ക് പകരമാണ് I2 വരുന്നത്. സോ ദർ വിൽ ബി 2 കോൺസ്റ്റന്റ് A ആൻഡ് B ആൻഡ് എന്താ പറയുക, ഒരു വേരിയബിൾ ഇല്ലാത്തൊരു കോൺസ്റ്റന്റ് C ഉണ്ടാവും. So you'll be having 2 equations like this. First one is if A1x, B1y, C1. Then you can write the second equation A2x plus B2y equal to C2. So if you solve this one, you can directly, you will be getting the answer of I1 comma I2. Okay, you can find out that. So after writing the direction, what we can do is we can analyze, or we can take each mesh and analyze for KVL, Kirchhoff voltage law. Kirchhoff voltage law വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കിർച്ചോഫ് വോൾട്ടേജ് ലോ ഞാൻ അത് വീണ്ടും പറയുന്നില്ല, അതിലേക്ക് പോകുന്നില്ല. വി വിൽ ഡു ദ നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? No, sir. ഓക്കെ, നമുക്കൊരു കുറച്ചുകൂടെ വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് പ്രോബ്ലം.
Calculate current in each branch of the circuit shown using mesh analysis. ഓക്കെ, മെഷ് അനാലിസിസ് വെച്ചിട്ട് ഓരോ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ കോമ്പോണന്റിലൂടെയുള്ള, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 ടെർമിനൽ കോമ്പോണന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് പഠിച്ചത് അല്ലേ? എവിടെ പഠിച്ചത്? ഇവിടെയാണ് പഠിച്ചത്. സോറി, ഓംസ് ലോ കഴിഞ്ഞിട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ പഠിച്ചത്, ഓരോ 2 ടെർമിനൽ കോമ്പോണന്റ് ആണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, പെട്ടെന്ന് ഇത് വരച്ചെടുത്തോളൂ. വരച്ചെടുത്തിട്ട് പറയണം കേട്ടോ. കുറച്ചും കൂടെ ആക്റ്റീവ് ആണ്, ഉഷാറില്ല, പഴയ ഒരു ഇത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എത്ര പവർ സപ്ലൈ ഉണ്ട് ഈ സർക്യൂട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ഉണ്ട്. സോ ദിസ് ഈസ് എ പോസിറ്റീവ് ടെർമിനൽ, this is a negative terminal. Then we have a 20 volt supply, this is a positive terminal, this is negative. This is 50 volt supply, this is positive, this is negative. And we have many resistance. This is 60 ohm resistance, this is 30 ohm resistance, 20 ohm resistance, 40 ohm resistance, 10 ohm resistance. So you have to find out what is the current between C and B. So there are every branch is marked. Okay, this branch means it is A and G. This branch means it is AB. This is branch BC. This is branch BH. This is branch CD. So each branch also it is marked. Okay, എല്ലാവരും വരച്ചാ? Yes, sir. Yes, sir. Okay. Now, എത്ര മെഷ് ഉണ്ട് ഇതിനകത്ത്? 3 മെഷ് അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് ഫസ്റ്റ് മെഷ് ആയി എടുക്കുന്നത്. സോ ഡയറക്ട്ലി ഐ എം ഡ്രോയിങ് ദ കറന്റ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെഷ്, ദിസ് ഈസ് ദ സെക്കൻഡ് മെഷ്, and I am considering as this is the third mesh. Okay, ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് മെഷ് വേണമെങ്കിലും ഫസ്റ്റ് മെഷ് ആക്കി എടുക്കാം, ഏത് മെഷ് വേണമെങ്കിലും സെക്കൻഡ് മെഷ് ആക്കി എടുക്കാം. there is no issue in that. Thing is like you need to have a 3 sets of equation, 3 equation ഉണ്ടാവണം. Okay, so this is the direction of current in first mesh, and I can mark the current as I1, and this is the direction of current in second mesh. There is just an assumption. Okay, it is I2, and clockwise direction if you draw, this is the direction of current in third mesh, and you can mark the current I3. Okay, we have completed both the steps. First step is to identify how many meshes are there. So there are 3 meshes, 1, 2, 3, and then you have to draw current in clockwise direction and mark the current as I1, I2, I3. ഓക്കെ, സോ ഇന്നലത്തെ പ്രോബ്ലം ആയിട്ട് ഇതിലൊരു ഡിഫറൻസ് ഉള്ളത്, നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഇക്വേഷൻ സെറ്റ് ആയിരുന്നു, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി
അതല്ല ഇപ്പൊ എന്ന് പറയുന്നത് 3 വേരിയബിൾ ഉള്ള ഇക്വേഷൻസ് ആണ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് I1, I2, I3 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ അത്? Yes, sir. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താ? ഇക്വേഷൻ എഴുതണം അല്ലേ. ഇക്വേഷൻ എഴുതണമെങ്കിൽ ആദ്യത്തെ മെഷീന് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ആദ്യത്തെ മെഷീൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? എങ്ങനെയാണ് ഇക്വേഷൻ വരിക? ആരെങ്കിലും ഒരാൾ പറ ഇക്വേഷൻ. ഫസ്റ്റ് ഫോർ മെഷ് 1 I can write instead of mesh 1 I am writing M1. Okay, M1. So for mesh 1, how to write the equation? How to write the KVL equation? ആരാണ് പറഞ്ഞത്? സായുജ് പറഞ്ഞുതരോ? Yes, sir. -60. -60 ആ? 100. സോഴ്സ് ഒരു വോൾട്ടേജ് സോഴ്സിനെ റെഫറൻസ് ആക്കി എടുക്കുക. അപ്പോൾ ഏതാ എടുക്കേണ്ടത്? 100 watt. ഓക്കെ, -100 Plus ക്ലോക്ക് വൈസ് 60. ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് പ്ലസ് റെസിസ്റ്റന്റ്, ദിസ് സൈഡ് ഈസ് പ്ലസ്, ദിസ് സൈഡ് ഈസ് നെഗറ്റീവ്, ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് നെഗറ്റീവ്, ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇതിന് എന്താ അസംഷൻ നമ്മൾ? വാട്ട് അസംഷൻ വി ഷുഡ് മേക്ക്? I1 greater than I2. I1 greater than I2. Also I1 greater than I3. I3. So 2 assumptions are there. Now equation is -100 plus 60. plus 60 60 into 100. സാർ ഇതിൽ 2 വോൾട്ട് എഴുതില്ലേ? 100, 200, 20. ആ ഉണ്ട്. അത് എഴുതണ്ട, 100 മാത്രം എഴുതാൻ മതി. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 100 റെഫറൻസ് ആക്കി എടുക്കുന്നത്. ഓക്കെ, എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ എഴുതുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. 100നെ റെഫറൻസ് ആക്കി എടുത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, -100 plus 60 into 100. അവിടെ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ് വേണ്ടത് അല്ലേ. അതാണ് വോൾട്ടേജ്. എന്താണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ? കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ് ദാറ്റ് algebraic sum of EMF is equal to 0. So we need to find out all EMF. വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എല്ലാ കോമ്പോണന്റിലും അക്രോസ് ഉള്ള വോൾട്ടേജ്. 60 into I1. 100 ഇവിടെ ഡയറക്റ്റ് തന്നുകൊണ്ട് 100 is voltage actually. So I can write directly 100. Next voltage, what is the voltage across 60 ohm? Okay, 60 into I1. 60 into I1. Then plus 30 into I1 I1 minus I2. മൈനസ് I2 ആണോ I3 ആണോ? ഏതൊക്കെ കറണ്ടാണ് 30 ഓമിലേക്ക് കൂടെ പോവാം? I2 പോവില്ല. I2 ഈ ഒരു സർക്കുലറിലുള്ളതാണ്. I3 എന്ന് പറയുന്നതാണ് ഈ ഒരു മെഷിൽ ഫ്ലോ ചെയ്യുന്നത്. സോ I1 minus I3. Okay, I1 flows like this and I3 also flows like this. So it is just opposite direction. So I can write I1 minus, since I1 is greater than I3, I can write I1 minus I3. Again, plus 50 into I1 minus I2. Correct. I1 minus I2. പിന്നെ എന്താ എഴുതേണ്ടത്? What is next?
I have to consider the voltage source. Okay, so ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ശ്രദ്ധിക്കുക. ഇത് റെസിസ്റ്ററിന്റെ അതേ പൊളാരിറ്റിയിലാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ നോക്ക്, റെസിസ്റ്ററിന്റെ പ്ലസ് മൈനസ് എന്നുള്ള ഓർഡറിലാണുള്ളത്, അതേപോലെ പ്ലസ് മൈനസ് എന്നുള്ള ഓർഡറിലാണ് വരുന്നതെങ്കിൽ +20 എന്ന് എഴുതുക. ഓക്കെ, അതാണ് ഒരു സിംപ്ലിഫൈ ആയിട്ടുള്ളൊരു മെത്തേഡ്, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. അതായത് ഈ റെസിസ്റ്ററിന്റെ, അതായത് ഇത് റെഫറൻസ് സപ്ലൈ ആയിപ്പോയി, ദിസ് ഈസ് റെഫറൻസ് വോൾട്ടേജ്, സോ ഓൾറെഡി വി ഹാവ് കൺസിഡർ ഇറ്റ് ആസ് -100. സോ യു ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സപ്ലൈ, വെദർ ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഓർഡർ ആസ് വി മാർക്ക്ഡ് ദ പൊളാരിറ്റി ഫോർ റെസിസ്റ്റർ. ഈ സപ്ലൈന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്ററിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്ത സെയിം ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഓർഡർ, യു give the symbol plus, else it is minus. Okay, അത് ക്ലിയർ ആയോ രാകേഷിന്? മനസ്സിലായി. ഓക്കെ, സോ നൗ യു ക്യാൻ സിംപ്ലിഫൈ. സായുജ് തന്നെ കണ്ടിന്യൂ, ഇത് സിംപ്ലിഫൈ ചെയ്ത് പറ. ഇതെങ്ങനെയാണ് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുക? സാർ അപ്പൊ നമുക്ക് റെഫറൻസ് ആയിട്ട് 20 വോൾട്ട് കൊടുക്കാലോ, അങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം. റെഫറൻസ് 20 വോൾട്ട് ആയിട്ടും എടുക്കാം. പക്ഷെ ഏറ്റവും എടുക്കാം, അടുത്തതിൽ നമ്മൾ 20 വോൾട്ടും എടുക്കുന്നുണ്ട്, 50 വോൾട്ട് മാറ്റതാക്കി, എന്താ പറയുക, സെക്കൻഡ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നോ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. ഓക്കെ, പക്ഷെ 20 വോൾട്ട് ആക്കി എടുക്കുമ്പോൾ നീ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കേണ്ടി വരും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. 90 I1. ഓക്കെ, നമുക്കിപ്പോ എത്ര ടോട്ടൽ എത്ര I1 ഉണ്ട്? ഹൗ മെനി I1? 1 2 3 അല്ലേ? 3 60 plus 30 plus 50. So it is 140. നിനക്ക് എവിടെ നിന്ന് 3 കിട്ടിയത്? 140 I1, then minus 50 I2. I2 അല്ലേ, ഇവിടെ 50 I2 ഉണ്ട്, ആ ഓർഡർ തന്നെ എഴുതാം. I1 I2 then minus 30 I3 equal to എത്ര വരിക? 100 minus 100 plus 20. 100 plus 20 വരിക, minus 100 plus 20 വരിക. ഏതാ വരിക? minus 100 plus 20. അത് എത്ര വരും? -80 വരും. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എത്ര വരും? 80 അല്ലേ? കറക്റ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? Yes, sir. ഓക്കെ, സോ നമുക്ക് അടുത്ത മെഷ് എടുക്കാം. സോ വാട്ട് ഇസ് സെക്കൻഡ് മെഷ്? ആരാ പറഞ്ഞു തരിക? രാകേഷ് തന്നെ പറഞ്ഞു. മെഷ് 2. ഓക്കെ, മെഷ് 2. റെഫറൻസ് 50 ആദ്യം തുടങ്ങിയാൽ മതില്ലേ? 20 തുടങ്ങണോ സാറേ? വേണ്ട, ഏതെന്ന് വേണമെങ്കിൽ തുടങ്ങാം. -50 പ്ലസ്. ഓക്കെ, അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് അല്ലേ? അതായത് അതെ, അവിടെ 2 വോൾട്ട് പ്ലസ് മൈനസ് അല്ലേ? നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇവിടുന്ന് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത്ര സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ബാറ്ററിയുടെ മൈനസ് പിന്നെ പ്ലസ് പിന്നെ മൈനസ് പ്ലസ്, അങ്ങനെയാണെങ്കിൽ 2 വോൾട്ടേജ് 20 വോൾട്ട് നിർത്താൻ മതില്ലേ? 20 വോൾട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഒരു മിനിറ്റ്, നീ ഒന്ന് വായിച്ചു കളയട്ടെ. സർ, അത് രണ്ടും ഒരേപോലെ ആക്കിയിട്ട് കൂട്ടിയിട്ട് അങ്ങനെ തന്നെ എഴുതാം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അതായത് രണ്ടും ഒരേപോലെയാണുള്ളത് അല്ലെ? ബാറ്ററി 2 ഒരുമിച്ച് കണക്ട് ചെയ്ത പോലെ ഉള്ളത്. അപ്പൊ 2 സം ചെയ്ത് -70 ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ -20
അതല്ലേ നീ ചോദിച്ചത്, രണ്ട് സമ്മി ചെയ്യട്ടെ എന്നല്ലേ ചോദിച്ചത് അല്ലേ? സാർ. അത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ -70 മതി കൂടെ. -70 ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അതിന് പകരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പോട്ടെ, ഒരേ മെത്തേഡ് തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്ന ഡിഫറൻസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇവിടെ പൊളാരിറ്റിയിൽ വന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവും മറ്റേ എൻഡിന്റെ പോസിറ്റീവും രണ്ടും മേലെ വന്നു അല്ലെ. ആ ഒരു കോൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൈനസ് പൊളാരിറ്റി മാറിപ്പോയത്. ഇവിടെയാണെങ്കിൽ ഇതിന്റെ പോസിറ്റീവിന്റെ നേരെ മേലെ ഇതിന്റെ നെഗറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് പൊളാരിറ്റിയിൽ ഡിഫറൻസ് വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, സോറി, ജസ്റ്റ് മനസ്സിലാക്കി പ്രോബ്ലം സ്റ്റെപ്പ് എഴുതാൻ വേണ്ടി പറയുന്ന പോയിന്റുകളാണ്. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, -20 അടുത്ത പറ. പ്ലസ് 50 into I1 I2 minus I3. ഓക്കെ, ഈ ഫോർ ദിസ് പർട്ടിക്കുലർ മെഷ് എന്താണ് നമ്മുടെ കണ്ടീഷൻ? I2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? I2 greater than I1 and I2 greater than I3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതണം? 50 into I2 minus I3. I3 ആണോ I1 ആണോ? സർ, I3ന്റെ കറണ്ട് ഓടുന്നില്ലേ? അത് ഇവിടെയല്ലേ I3ന്റെ കറണ്ട് ഉള്ളത്. അപ്പൊ I1 നോക്ക്, I1 നീ ഇപ്പം മൊബൈലിൽ നോക്ക്, I1 ഇങ്ങനെ, I2 ഇങ്ങനെ അല്ലേ. അപ്പോൾ ഈ ഒരു 50 ഓമിലൂടെ I1 I2 ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ I2 minus I1. I2 minus I1 then plus 40 I2 40 I2 മാത്രമേ ഉള്ളൂ അല്ല I3 ഉണ്ട് അവിടെ? ഈ കറണ്ട് I2 minus I3 then plus 10 I2 10 I2 അല്ലേ സർ? അതെ. ഇനി എന്താ പറ, അടുത്തത് -50 അല്ലേ. എന്തുകൊണ്ടാണ് -50 ഈസി ആക്കി മനസ്സിലാക്കാനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റെസിസ്റ്ററിന്റെ പൊളാരിറ്റി നോക്കുക. റെസിസ്റ്ററിന്റെ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവാണ്. സോ ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്, ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്. ഇനി അതേപോലെ തന്നെയാണ് പൊളാരിറ്റി, സപ്ലൈയുടെ പൊളാരിറ്റിയും വരുന്നതെങ്കിൽ നിങ്ങൾ പ്ലസ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മേലെ പോസിറ്റീവും നെഗറ്റീവും വന്നു, ആദ്യം പോസിറ്റീവും പിന്നീട് നെഗറ്റീവും വന്നെങ്കിൽ പ്ലസ് ചെയ്യുക. അല്ലാതെ നേരെ തിരിച്ച് നെഗറ്റീവും പോസിറ്റീവും ആണ് വന്നതെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അതാണ് ഒരു ഈസി ആയിട്ടുള്ള വഴി, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരും രാകേഷ്? -70 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 100 I2 വരൂലേ? I2 ആദ്യം I1ന്റെ ടൈം എഴുത്. എത്ര I1ന്റെ ടൈം എങ്ങനെ എഴുതാം? 50 I1 -50. ഓക്കെ, -50 I1 വരും. -50 I1 പിന്നെ +50 I2 plus 40 I2 90 I2 plus 10 I2, so 100 I2 അല്ലേ? 100 I2 100 I2 -40 I3 -40 I3 equal to 70 120. അപ്പുറത്ത് 120 വരില്ല. 120 എങ്ങനെയാ വന്നത്? -20 -70 plus 50. 20 plus 50 എത്ര? 70 അല്ലേ? അത് 20 ആണല്ലേ? ഓക്കെ, അതെ. ഓക്കെ, ആ ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ +70 അല്ലേ? സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ ഇത്രയും? Yes, sir. ഓക്കെ,
സാറേ ഇത് -50 I1 അല്ലായിരുന്നോ? -50 I1 കാണത്തില്ല. ഇല്ലേ? അവിടെ ഇല്ലേ? ഇപ്പൊ കാണാം സാർ. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ഞാൻ എഴുതാൻ സമയം തരാം. ലാസ്റ്റത്തെ മെഷും കൂടെ അനലൈസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ടൈം തരാം. ഇനി ലാസ്റ്റത്തെ മെഷ്, തേർഡ് മെഷ്. സോ ഹൗ ടു റൈറ്റ് ഇക്വേഷൻ ഫോർ ദിസ്? ആരാ പറയാ? മർസൂഖ്. വേണ്ട, മർസൂഖിന് നമുക്ക് കാൽക്കുലേഷനെ വിളിക്കാം. ഷെറിൻ. സാർ വോൾട്ട് ഇല്ലല്ലോ. വോൾട്ടേജ് സോഴ്സ് ഇല്ല. ഇന്നലെ ഡയറക്റ്റ് 20 + 20I3 + 40I3 - I2 40I3 - I2 + 30I3 - I1 30I3 - I1 equal to 0. 0. നിനക്കത് സുഖമില്ലേ? എന്ത് ജലദോഷം എന്തുണ്ടോ? ഇല്ല. -30I1 plus -30I1 plus 40I2 -40I2 plus 70I3 plus 67 90I3 90. സോറി സാർ അതെങ്ങനെ -30I1 വന്നേ? അല്ല, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുന്നത് 30 × -I1 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ, ഇതാണ് I1ന്റെ ടേം ആയിട്ട് വരിക. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി അല്ലേ? അപ്പോൾ ഇതൊന്ന് വരച്ചെടുക്കുക. ഓൾറെഡി വരച്ചിട്ടുണ്ടോ ഇത്? ഓൾറെഡി ഉള്ള സർക്യൂട്ടിൽ കറണ്ടും മെഷും അനലൈസ് മാർക്ക് ചെയ്യും. മർസൊക്കെ ഒന്ന് മൈക്ക് ഓഫ് ആക്കും. ഓക്കെ, മാർക്ക് ചെയ്തില്ലേ? ഇത് എഴുതിയെടുത്ത് ചെക്ക് ചെയ്യുക. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയെന്നുള്ളത് ഇങ്ങനെ തന്നെ വരക്കണമെന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വരച്ചാൽ മതില്ലേ? നമ്മൾ ഓരോ മെത്തേഡ് ചെയ്യുമ്പോൾ ഓരോ മെത്തേഡേയും ഓരോ മെഷായിട്ട് വരച്ചാൽ മതില്ലേ? അങ്ങനെ വരച്ചാലും മതി. എങ്ങനെ തന്നെയാണോ ഇക്വേഷൻ കിട്ടിയെന്ന് നിങ്ങൾ നോക്കണം. ഇത് തന്നെയാണോ കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക.
എഴുതി കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞോ? Yes, sir. ഓക്കെ, ഇനി കാൽക്കുലേറ്റർ എടുക്കുക. 991. ഓക്കെ, ഇന്നലെ ചെയ്ത പോലെ തന്നെ നോഡ് സെലക്ട് ചെയ്യുക, ഇക്വേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മർസൂക്ക് നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. നീയാണ് ആൻസർ പറഞ്ഞത്. അതിനകത്ത് ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഇന്നലത്തെ ഇക്വേഷൻ മാറി, ഇന്നലത്തെ പോലത്തെ ഇക്വേഷൻ അല്ല, ഇന്നിപ്പോൾ 3 വേരിയബിൾ ഉള്ള ഇക്വേഷൻസ് ആണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് you have to select the second option. ഏതാ സെക്കൻഡ് ഓപ്ഷൻ? ANX plus BNY plus CNZ is equal to DN. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ചെയ്തോ? ഇനിയിപ്പം പുതിയ മെട്രിക്സ് വരും. ABC എൻ്റർ ചെയ്യാൻ ABCD എൻ്റർ ചെയ്യേണ്ട ഒരു മെട്രിക്സ് വരും അല്ലേ? 3 ഇക്വേഷൻ എൻ്റർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് I1, ഫസ്റ്റ് A1 എന്ന് പറയുന്നത് ഏതാ? A1. This is B1. -50. This is -30. പിന്നെ 80. Okay. Then minus A2 is -50. -50 -100. -100 അല്ലെങ്കിൽ +100 അല്ലേ? +100. അത് ഏത് മെഷിൻ്റെ ആണോ അത് പ്ലസ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ, I1 പ്ലസ് ആയി, ഇവിടെ I2 ആണ് പ്ലസ്, ഇവിടെ I3 ആണ് പ്ലസ്. ഏത് മെഷിൻ്റെ ആണോ അനലൈസ് ചെയ്യുന്നത് ആ കറണ്ട് പ്ലസ് ആയിരിക്കും, ബാക്കി 2 നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. +100 -40 -40 70. പിന്നെ -30 -40 90 0. ഓക്കെ, എന്താ ആൻസർ കിട്ടിയ? I1 എന്ന് പറഞ്ഞാൽ 1.64. I2 എന്ന് പറയുന്നത് 2.12. I3 എന്ന് പറയുന്നത് 1.49. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി. എത്ര ആൾക്കാർ കാൽക്കുലേറ്റർ ഇന്ന് ചെയ്ത് ആൻസർ ചെയ്തു? മർസൂക്ക് അല്ലാതെ വേറെ? അത് കിട്ടിയില്ല സാർ. ഓക്കെ, 3-4 പേർക്ക് ഉണ്ട് കാൽക്കുലേറ്റർ അല്ലേ? ബാക്കി വാങ്ങാൻ നോക്കുക. ഈ വീക്ക് തന്നെ എങ്ങനെയെങ്കിലും വാങ്ങാൻ നോക്കുക കേട്ടോ, മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? കമ്മിങ് ബാക്ക് ടു I1, I2, I3 വാല്യൂ കിട്ടി. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ നൗ? എന്താണ് ക്വസ്റ്റ്യൻ? കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് അല്ലേ? ഓരോ ബ്രാഞ്ചിലെയും കറണ്ടാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ഈ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്, ഈ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് മീൻസ് ഇറ്റ് ഈസ് I3. സോ കറണ്ട് ത്രൂ ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച് ഈസ് വാട്ട് ഈസ് ദാറ്റ്? I1 minus I3. Current through this branch is I2 minus I3. Current through this branch is I1. Current through this branch is I1 minus I2. ഇങ്ങനെയാണ് ഫോർമുല വരിക. ഓക്കെ, സോ ഇത് കോപ്പി ചെയ്യും. കോപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ അറ്റൻഡൻസ് എടുക്കാം. അഭിനന്ദ് കെ, അഭിനന്ദ് NP, അഭിനന്ദ് MD ആബ്സെന്റ് ആണ് അല്ലേ? ആദർശ് പ്രേമി, ആകാശ് ഇതിലി, അലൻ KA, അമർനാഥ്, ആനന്ദ് VB, അനുരാഗ്. അനുരാഗിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യലുണ്ടോ?
സാറ് ഓന് സുഖമില്ലാണ്. അർജുൻ എം, Present, sir. പ്രദീപ് കൃഷ്ണ, പ്രസന്റ് സാർ. കാളിദാസ്, പ്രസന്റ് സാർ. മുഹമ്മദ് നബീദ്, Sir. മർസൂഖ്, Present, sir. ഷെറിൻ, Present, sir. മുഹമ്മദ് സെയിൻ, Present, sir. നിഹാൽ അബ്ദുൽ നസീർ, Present, sir. രാകേഷ്, Present, sir. സാരംഗ്, Present, sir. തായുജ്, വിഷ്ണു, പ്രസന്റ് സാർ. വിഷ്ണു സന്തോഷ്. Present, sir. ഓക്കെ, സാർ ഇത് എത്ര മാർക്കിനാ വരാ എക്സാമിന്? 10 മാർക്കിന്. ഈ മോഡലൊക്കെ വരും കേട്ടോ. ഞാൻ ഈ ചെയ്യിക്കുന്ന മോഡൽ തന്നെയാണ് വരിക. വാല്യൂസ് മാത്രമേ ചെറിയ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഡയഗ്രാണ്, എപ്പോഴും ചോദിക്കുന്ന ഡയഗ്രാണ്. ഈ ഒരു മോഡലിൽ തന്നെ വരും, വാല്യൂസ് മാത്രമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞാ എല്ലാവരും? ഇല്ല, ലാസ്റ്റ്. ഇല്ല ഇല്ല സാർ.